മച്ചന്മാരെ എന്തൊക്കെയുണ്ട്? ഇതൊരു ബിയറൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളൊരു ക്യാമ്പിംഗ് ട്രിപ്പുമായിട്ട് ഇറങ്ങിയത് ഒരു 4 നൈറ്റ് 5 നൈറ്റ് ക്യാമ്പിംഗ് എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊന്നുമില്ല, 4 4 3 3 ഏതൊക്കെയാലും എല്ലാം കൂടി ഒരു 5 ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. ഏതൊക്കെയാലും ഞങ്ങൾ 2 ദിവസം പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, വിക്ടോറിയയുടെ ഒരു കോർണറിലാണ് പോർട്ട്ലാൻഡ്. അപ്പോൾ പോർട്ട്ലാൻഡിൽ പോയി ഞങ്ങൾ 2 നൈറ്റ് അവിടെ ക്യാമ്പ് ചെയ്തു. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 മുതൽ 65 km/h കാറ്റായിരുന്നു. എങ്കിലും നമ്മൾ കുഴപ്പമില്ലാതെ 2 ദിവസം അവിടെ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മതിയായി, കാരണം കാറ്റ് ഉടനെ അങ്ങ് നിൽക്കുന്ന ലക്ഷണമില്ല. അപ്പം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഈ റോക്ക് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ റോക്ക് ലാൻഡിലുള്ള ഒരു അടിപൊളി ക്യാമ്പിംഗ് ഗ്രൗണ്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലെൻഡിനിങ് എന്നാണ്. ഗ്ലെൻഡിനിങ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽബണിൽ നിന്ന് ഏകദേശം ഒരു 250 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ ഗ്രാമ്പിയൻസ് നാഷണൽ പാർക്കുണ്ട്. ഗ്രാമ്പിയൻസ്, ആ കാണുന്ന ഗ്രാമ്പിയൻസിൻ്റെ മലനിരകളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടി വന്ന് ഹോർഷാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിനടുത്തുള്ള ഒരു അടിപൊളി ക്യാമ്പിംഗ് ഗ്രൗണ്ടാണ്. ഇത് ഫ്രീ ക്യാമ്പാണ്. ഇവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും ക്യാമ്പ് ചെയ്യാം. വെള്ളത്തിൽ നിന്ന് 20 മീറ്റർ വിട്ടേ ഉള്ളൂ ക്യാമ്പ് ചെയ്യാവുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അത് വിക്ടോറിയയിൽ എവിടെ ക്യാമ്പ് ചെയ്താലും വെള്ളം ലേക്കിൻ്റെയൊക്കെ തീരത്താണെന്നുണ്ടെങ്കിൽ ഒരു 20 മീറ്റർ വിട്ടേ ഉള്ളൂ നമ്മൾ ക്യാമ്പ് ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇനിയിപ്പം നമ്മളിത് സാധനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം താഴെ ഇറക്കി നമ്മുടെ ടെൻറ്റും ഗസീബോയും എല്ലാം സെറ്റ് ചെയ്യണം. അപ്പം ഇന്നലത്തെ കാറ്റ് വെച്ചിട്ട് ഇവിടെ വളരെ മൈൽഡായിട്ടുള്ള കാറ്റുണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ. അത്യാവശ്യം ചൂടുമുണ്ട്. അപ്പം ഇതാണ് ഇവിടെ ഇഷ്ടംപോലെ ക്യാമ്പിങ്. ഇവിടെ ടോയ്ലറ്റ് മാത്രമുണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് മാറി അതെ ആ ഒരു ഏരിയയിലേക്ക് മാറിയിട്ട് അവിടെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ ഫെസിലിറ്റി ഒന്നുമില്ല. നമ്മൾ സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കണം. എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ വേണം. വെള്ളം വേണം. അതുപോലെ തന്നെ ബാക്കി ഫുഡ് കാര്യങ്ങൾ, നമുക്ക് താമസിക്കാനുള്ള ടെൻറ്റ് കാര്യങ്ങൾ, ചെയറ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അങ്ങോട്ട് കുറച്ച് ബുഷ് ലാൻഡും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അതേ മുഴുവൻ ലേക്ക്, നല്ല രസമാണ്. അതെ ഉണ്ടോ, അടിപൊളി ഗൈസ്. അങ്ങനെ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളെല്ലാം സെറ്റായി. ഇതാണ് എൻ്റെ ടെൻറ്റ്. ഇത് നമ്മുടെ ഫ്രണ്ട്, നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടാകും, നമ്മുടെ ജോബിൻ മാണി. പുള്ളി ഒരു മോർഗേജ് ബ്രോക്കർ. ഞാൻ മിക്കവാറും ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിയാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. അപ്പം ഇത് നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി അല്ലേ, തോരനല്ല. അതുപോലെ തന്നെ ചോറ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സെറ്റപ്പ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് എന്നാ പറയുന്നത്, ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് കേട്ടോ. ഈ ഒരു തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേക്കടിയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു ഭയങ്കര നല്ലൊരു ആംബിയൻസ് കേട്ടോ. ഇപ്പോൾ 2 പെഗ്ഗൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുക. ഇതിപ്പം വൈകുന്നേരം ഒരു 6:30 ആയി കേട്ടോ. അന്നേരം സൂര്യനുണ്ട്. ഇവിടെ ഇപ്പം സമ്മർ ആയതുകൊണ്ട് രാത്രിക്ക് ഒരു 9:30 ആകാതെ സൺലൈറ്റ് പോകുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഇങ്ങനെ വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്നുകൊണ്ട് എൻജോയ് ചെയ്യുന്നു. അത് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സെറ്റപ്പ് കേട്ടോ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ക്യാമ്പുകൾ, ഇത് ഒരു ഫ്രീ ക്യാമ്പാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള സെറ്റപ്പുകൾ, നമ്മളൊരു കുറച്ച് പൈസ ഇതിന് വേണ്ടിയിട്ട് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡോർ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ പ്രകൃതിയുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അവിടെ കുറച്ച് ഓസീസൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറച്ച് പേരുണ്ട്. അവർ ഇറ്റാലിയൻസാണ്. ഞങ്ങൾ കുറച്ച് മുമ്പ് സംസാരിച്ചായിരുന്നു. ഇവിടെ എന്നാ പരിപാടി? We're eating Doritos. Or what else? Sitting on top and enjoying the view. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്ന് വൈകുന്നേരത്തെ അത്താഴമാണ് ഈ കഴിക്കുന്നത്. നല്ല പോത്തൊലത്തിയത്, നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ നല്ല ബസുമതി റൈസ്, ഇച്ചിരി അച്ചാറും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അതാണ് അന്തസ്. ക്യാമ്പിങ്ങിന് വരുമ്പം
ക്യാമ്പ് ഫയർ ഇല്ലാതെ എന്തോന്ന് ക്യാമ്പിങ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളത് നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ പിന്നെ കിടക്കാനായിട്ട് പോവുകയാണ് ഉണ്ടായത്. ഗൈസ്, അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതേ ആദ്യത്തെ നമ്മുടെ പ്രഭാതം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. വ്യൂ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ചെറിയ നനുനനുത്ത കാറ്റ്, നല്ല സുഖമുള്ള കാറ്റ്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നല്ലൊരു ലേക്കും കണ്ടു. അപ്പോൾ പിന്നെ നീന്തൽ അറിയാവുന്നതുകൊണ്ട് ലേക്കിലൂടെ ഒരു നീന്തലും കൂടി പാസ്സാക്കി. ഏതൊക്കെയാലും അത് അന്നത്തെ ചൂടിന് നല്ല കുളിർമയേകുന്ന ഒരു എക്സസൈസ് ആയിരുന്നു. ഇതുപോലെയുള്ള ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഈ തരത്തിലുള്ള കുറേ ഫൺ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗൈസ്, അങ്ങനെ ഒരു രാത്രിയും കൂടി ഞങ്ങളവിടെ ക്യാമ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഗ്രാമ്പിയൻസ് മലനിരകളുടെ അടുത്തുകൂടി തന്നെ നേരെ മെൽബണിലേക്ക് യാത്രയായി. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തോളൂ. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ കാണുന്നതോടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.